പരിശുദ്ധമായ റമദാൻ ഇതാ നമ്മളിലേക്ക് ആഗതമായി. ഇന്ന് റമദാൻ 1 മാത്രമല്ല പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ്. നമ്മൾ വലിയ സന്തോഷത്തിലാണ്, നമ്മളൊക്കെ നോമ്പുകാരാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും നഷ്ടപ്പെടുത്താനാവാത്ത വലിയ ഒരു അസുലഭ മുഹൂർത്തമാണ്. അൽഹംദുലില്ലാ, ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, മൊത്തത്തിലൊരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ ദിവസം തന്നെ നമുക്ക് റമദാനിനെ അനുകൂല സാക്ഷിയാക്കാം. എങ്ങനെ? കുറച്ച് ദിക്റുകൾ നമ്മൾ പറയേണ്ടതുണ്ട്. ഏതൊക്കെ ദിക്റുകൾ എങ്ങനെ പറയണം നമുക്കൊന്ന് കേട്ടാലോ. പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. എന്താണ് ഈ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ പ്രത്യേകത? പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ, നമ്മുടെ നിസ്കാരവും നോമ്പും ഇതൊക്കെ കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂലേ? പിന്നെ എന്തിനാണ് ഈ റമദാൻ വരുമ്പോൾ ഒരുപാട് തന്നെ നമ്മൾ ദുആരക്കുന്നത്? പ്രത്യേകിച്ച് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആയൊക്കെ ഇത്രയധികം അധികരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റി മുത്ത് റസൂല് പറഞ്ഞ ഒരു കാര്യം കേട്ടാൽ മതി, നമ്മൾ പിന്നെ ഈ ദുആ ഒരിക്കലും മറക്കില്ല. എന്താ അള്ളാഹിൻ്റെ ഹബീബ് അള്ളാഹിൻ്റെ റഹ്മത്തിനെ പറ്റി പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ദുആ വസിയത്ത് പറയുന്നവർ, അല്ലാതെ ഫോണിലൂടെ വിളിച്ചു പറയുന്നവർ, നേരിട്ട് പറയുന്നവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള ഖൈറുകളും എല്ലാവിധ ബറക്കാത്തുകളും നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാനിലേക്ക് ഇതാ കടന്നിരിക്കുകയാണ്. ഇന്ന് റമദാൻ ആദ്യത്തെ ദിവസം. നമ്മളെല്ലാവരും നോമ്പുകാരാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് പരിശുദ്ധമായ റമദാൻ 1 ഇന്ന് വ്യാഴാഴ്ച. അൽഹംദുലില്ലാ, നമുക്കും അവരോടൊപ്പം ചേർന്ന് റമദാൻ 1 കടന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ നിലാവ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇശാ നമസ്കാരം നമ്മളെല്ലാവരും പള്ളിയിൽ പോയി നമസ്കരിച്ചു, പുരുഷന്മാർ. അതിനുശേഷം ഇശാഇൻ്റെ സുന്നത്ത് നിസ്കരിച്ചു. ശേഷം തറാവീഹ് നമ്മളെല്ലാവരും കൂടി നിസ്കരിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി ആദ്യത്തെ നോമ്പിൻ്റെ നിയ്യത്ത് വെച്ചു. പിന്നെ വിത്ർ നിസ്കരിച്ചു. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നമ്മളെല്ലാവരും കുടുംബത്തോടൊപ്പം അല്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റു, തഹജ്ജുദ് നമസ്കരിച്ചു, അത്താഴം അല്പമെങ്കിലും കഴിച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് വന്നു. സ്ത്രീകളെല്ലാവരും ഉമ്മമാരെ വീട്ടിൽ തന്നെ നമസ്കരിച്ചിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, ആ സുബഹി നമസ്കാരം ജമാഅത്തോടുകൂടി നിസ്കരിച്ച്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിച്ചിട്ട് ഇതാ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ ക്ലാസ്, റമദാനിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ആദ്യത്തെ ക്ലാസ്സാണിത്. അൽഹംദുലില്ലാ, അള്ളാഹു പരിശുദ്ധമായ ഈ റമദാൻ പരിപൂർണമായി സ്വീകരിക്കുകയും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് റമദാൻ 1 മാത്രമല്ല, പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി ആ രാവ് കടന്നു വരുന്നു, വെള്ളിയാഴ്ച രാവ്. നാളെ പകൽ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊട്ടും സമയം പാഴാക്കാനില്ലാതെ അവൻ മുഴുവൻ സമയവും എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ചിന്തയിലായിരിക്കും. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ നമ്മൾ നല്ല സ്നേഹത്തോടെ വീട്ടിലേക്ക് കയറ്റി ഇരുത്തി അയാൾക്ക് ആദ്യം വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കും, അല്ലേ? എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങാ വെള്ളമോ ചായയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കൂലേ? അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വിശാലമായ ഭക്ഷണത്തിലേക്ക് നമ്മൾ അയാളെ ക്ഷണിക്കുക. എന്നതുപോലെ റമദാൻ വന്നു, നമ്മളൊക്കെ സ്വീകരിച്ചു. ഇനി ആ റമദാനിലേക്ക് നമ്മൾ ശാരീരികമായും മാനസികമായും നമ്മളൊന്ന് ഇഴകിച്ചേരാൻ പോവുകയാണ്. പരിശുദ്ധമായ റമദാൻ 3 ഘട്ടങ്ങളാണ്. ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടി ഉണർത്തുകയാണ്. ആദ്യത്തെ 10 ദിവസങ്ങൾ
അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ, കാരുണ്യത്തെ ചോദിച്ചു വാങ്ങേണ്ട 10 ദിവസങ്ങളാണ്. രണ്ടാമത്തേത് മഗ്ഫിറത്തിനെ ചോദിക്കേണ്ട 10 ദിവസങ്ങളാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനത്തെ നമ്മൾ ചോദിക്കേണ്ട ദിവസങ്ങളാണ്. മൂന്നാമത്തെ 10 ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ മാപ്പ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്ന മാപ്പ്, അഫു, അതിനെ ചോദിക്കേണ്ട 10 ദിവസങ്ങളും അതുപോലെ നരകമോചനവും സ്വർഗപ്രവേശനവും ചോദിച്ച് വാങ്ങിയെടുക്കേണ്ട 10 ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആദ്യത്തെ 10ലാണ്. റഹ്മത്ത് ചോദിക്കുക, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു വാമപ്പ് എന്നതുപോലെ ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ നോമ്പ് പിടിച്ചു. ഇന്ന് ഒരു പക്ഷേ എൻ്റെ ഭൂരിഭാഗം ശബ്ദം കേൾക്കുന്ന, എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഭൂരിഭാഗം മുഅ്മിനീങ്ങളും ഇന്ന് തൊട്ടായിരിക്കും ഒരു പക്ഷേ ഖത്മുൽ ഖുർആനൊക്കെ ഓതാൻ തുടങ്ങുന്നത്. മാത്രമല്ല ഇന്നലെ തറാവീഹിന് ശേഷം തന്നെ നമ്മൾ റമദാനിന് ശേഷം പറയേണ്ട ദിക്റുകൾ അതൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടാകും. പള്ളികളിൽ നിന്നൊക്കെ ഉസ്താദുമാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഏതാണ്? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലേ? നമ്മളൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞു. ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറഞ്ഞവരാണ്. അത് നിസ്കാരത്തിന് ശേഷം മാത്രം പറയേണ്ട ദുആയല്ല. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. റമദാൻ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോവാതെ, മറന്നു പോവാതെ ഒരു ദിവസം ഒരു 100 പ്രാവശ്യം ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാണ്, ഏറ്റവും ഖൈറാണ്. എത്ര പ്രാവശ്യമാണ്? 100 എന്നൊക്കെ ഒരു എണ്ണം പറഞ്ഞതാണ്. എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് ആ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് വട്ടം പറയേണ്ട ഒരു ദിക്റാണ്, ഒരു ദുആയാണ്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. കരുണയുള്ള അല്ലാഹ്, എനിക്ക് നീ കരുണ ചെയ്യണേ, എനിക്ക് നീ കരുണ ചെയ്യണേ. കരുണയില്ലാതെ, അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ നമുക്ക് ദുന്യാവുമില്ല ആഖിറവുമില്ല. അതാദ്യം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ നമുക്ക് ഒരുപാട് വേണം. ഇപ്പോൾ ദുന്യാവിൽ നമുക്ക് ഒരുപാട് റഹ്മത്ത് വേണം. അതിനേക്കാൾ ഉപരിയായി ആഖിറത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, നമ്മൾ ഈ പിടിക്കുന്ന നോമ്പ് നിസ്കാരം കൊണ്ടൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതണ്ട. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടായിരിക്കും ഭൂരിഭാഗം ആളുകളെ, അല്ല എല്ലാ ആളുകളെയും അള്ളാഹു താല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതെന്നാണ്. അള്ളാഹിൻ്റെ റസൂല് പോലും പറഞ്ഞു, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻ റഹ്മത്തി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല സുഹാബ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആ റഹ്മത്തിന് നമ്മൾ ചോദിക്കേണ്ട ഇനിയുള്ള സമയങ്ങൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. അപ്പോൾ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ അത് ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കേണ്ടതാണ്. മാത്രമല്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ആയിഷ ബീവി ചോദിച്ചു, നബിയെ എന്താണ് റമദാനിൽ ഞാൻ കൂടുതൽ പറയേണ്ടത്? ആയിഷ 2 കലിമത്തുകൾ, കലിമത്താൻ, 2 കലിമത്തുകൾ അത് നീ പറയണം. ആ 2 കലിമത്തുകൾ അള്ളാഹുവിന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 2 കലിമത്തുകൾ പറയണം, അത് നമുക്ക് വേണ്ടിയുള്ള കലിമത്തുകളാണ്. ആദ്യത്തെ 2 കലിമത്ത് അള്ളാഹുവിന്, രണ്ടാമത്തെ കലിമത്തുകൾ, രണ്ടാമത്തെ വാക്യങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ ഇസ്തിഗ്ഫാർ തേടുകയാണ്. ഈ 2 കലിമത്തുകൾ അത് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയോ അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗ്ഗത്തെ ചോദിക്കുകയാണ്. വ അഊദു ബിക മിനന്നാർ, കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും മോചനം ചോദിക്കുകയാണ്. ഈ 2 ദിക്റുകൾ അത് നമുക്ക് വേണ്ടിയുള്ളതാണ്, അല്ലേ? നമ്മൾ സ്വർഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കണം. അപ്പോൾ ഈ 4 കലിമത്തുകൾ അടങ്ങുന്ന ഈ ഒരു ദുആ റമദാൻ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴും നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ്. റമദാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദുആ ഏതാണെന്ന് ഒരു ഉമ്മ ചോദിച്ചാൽ, ഒരു ഉപ്പ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനുള്ളത് അല്ല, പരിശുദ്ധമായ ഹദീസിലൂടെ പറയാനുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ഈ ദുആ ഒരുപാട് വട്ടം പറയണം, ഒരുപാട് അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെയോ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവുകയില്ലല്ലോ, എത്ര പറഞ്ഞാലും തീരുകയില്ല. കാരണം മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒന്ന് പറഞ്ഞു തരട്ടെ. നബി തങ്ങൾ പറയുന്നു, തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, അമലുകൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് 1 തിങ്കളാഴ്ച ദിവസവും 2 വ്യാഴാഴ്ച ദിവസവുമാണ്. ഇന്നത്തെ ഈ ദിവസം ഈ ഒരാഴ്ച ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സന്ദർഭമാണ്.
അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം, ഈ ഒരു ദിവസം പരിപൂർണമായും നമ്മൾ ദുആയിലും ദിക്റിലും ഖുർആൻ പാരായണത്തിലും സ്വതക്ക കർമ്മങ്ങളിലും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം റമദാൻ ഇതാ അതിഥിയായി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. ആ അതിഥിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അതിഥിക്ക് ഒരു മടുപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതിൽ നമുക്ക് 2 വെള്ളിയാഴ്ചയാണ് കിട്ടുന്നത്. 2 വെള്ളിയാഴ്ച. ഇപ്പോൾ നാളെ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇതാ കടന്നു വരികയാണ്. ഇനി അടുത്ത ആഴ്ചയും നമ്മൾ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ 10 തന്നെയായിരിക്കും വെള്ളിയാഴ്ചയെ സ്വീകരിക്കുക. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ഒരു ചാൻസ് കൂടി തരുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കാൻ. ഇന്ന റഹ്മത്തി, നിശ്ചയമായും എൻ്റെ റഹ്മത്ത്, ഗലബത്തു ഗലബി, അതായത് എൻ്റെ കോപത്തേക്കാൾ മികച്ചതാണ്. അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും അള്ളാഹ് ഒരു എപ്പോഴും ശിക്ഷിക്കുന്നവൻ, ഒരു ഭീകരജീവി എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും പലപ്പോഴും ആളുകൾക്കുണ്ടാവുക. അങ്ങനെയല്ല, എപ്പോഴും അല്ലാഹു തആല നമ്മളോട് കരുണയുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 പേരുകൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, റഹ്മാൻ എന്ന പേരും അതുപോലെ റഹീം എന്ന പേരും. രണ്ടും കരുണയെ, അള്ളാഹുവിൻ്റെ കരുണയെ അറിയിക്കുന്ന പേരുകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ചക്കും വെള്ളിയാഴ്ചക്കും വലിയ മഹത്വമുണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. കാരണം അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു സുന്ദരമായ ദിവസമാണ്, സുന്ദരമായ ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത്. അതുകൊണ്ട് പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഉസ്താദ്, റമദാനിൽ അതിന് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണോ? അതെ, റമദാനിലും സ്വലാത്തുകൾ അധികരിപ്പിക്കണം. മാത്രമല്ല ഒരുപാട് ദിക്റുകൾ അധികരിപ്പിക്കണം, ദുആകൾ, സ്വതക്കകൾ, നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റുമോ. പരിശുദ്ധമായ ഖുർആൻ, ഖത്മുൽ ഖുർആൻ ഓതാൻ പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ. എല്ലാ നല്ല കാര്യവും തുടങ്ങാൻ പറ്റിയ, പ്രത്യേകിച്ച് ഇപ്പോൾ റമദാനിലാണല്ലോ നമ്മൾ ഖത്മുൽ ഖുർആൻ കൂടുതലായി ഓതുന്നത്. ഖത്മുൽ ഖുർആൻ, ഖത്ം ഓതാൻ, ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആ ഖുർആൻ ഓതി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. അതുപോലെ വെള്ളിയാഴ്ച ദിവസം നാളെ വരുന്നു. സൂറത്തുൽ കഹ്ഫിൻ്റെ കാര്യം മറന്നു പോവണ്ട. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സൂറത്തുകൾ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, അതുപോലെ തന്നെ സൂറത്തു ദഹ്ർ, സൂറത്തുൽ അല, സൂറത്തുൽ ഗാശിയ, അങ്ങനെ ഒരുപാട് സൂറത്തുൽ വാഖിഅ ഉണ്ട്, റഹ്മാനുണ്ട്, ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹശറിൻ്റെ അവസാനത്തെ ആയത്തുകളുണ്ട്. ഇതൊക്കെ ഒരുപാട് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓതിക്കൊണ്ടിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു ആയത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ സാധാരണ ദിവസങ്ങളിൽ അയാൾ ഓതുമ്പോൾ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് നമ്മൾ ഓതിയാൽ നമുക്ക് എത്ര കിട്ടും, എത്ര പ്രതിഫലം കിട്ടും? 19 അക്ഷരമാണ്, 190 പ്രതിഫലമാണ് കിട്ടുന്നതെങ്കിൽ അല്ലാഹു തആല ഈ പരിശുദ്ധമായ റമദാനിൽ തരുന്ന പ്രതിഫലം 19,000 അല്ല, ചിലപ്പോൾ 19 ലക്ഷവും ഒക്കെ ആയിട്ട് മാറ്റിയേക്കാം. അല്ലാഹു തആല യുളാഇഫു ലിമൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് ഇങ്ങനെ അധികരിപ്പിച്ചു കൊടുക്കുമെന്നാണ്. എല്ലാ കാര്യവും, എല്ലാ നല്ലതായ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു ഒരുപാട് പ്രതിഫലം നൽകുന്ന ഒരു വലിയ സുന്ദരമായ ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സുന്ദരമായ ഒരു മാസമാണ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ നോമ്പ് തുറയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോമ്പ് തുറ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട്, ആദാബുകളുണ്ട്. അതെല്ലാം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ റമളാനൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം 20 വർഷം കൂടുമ്പോൾ റമദാൻ നമ്മുടെ എല്ലാ മാസങ്ങളിലൂടെയും, ഇപ്പോൾ 2022 റമദാൻ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും, അത് ഏപ്രിൽ മാസത്തിലായിരുന്നു. ഇത് 2023 ഇപ്പോൾ മാർച്ച് മാസത്തിലാണ്, മാർച്ച് അവസാനം. ഇനി വരുന്ന റമദാൻ 2024 റമദാൻ ഒരു പക്ഷേ മാർച്ച് തുടക്കത്തിലായിരിക്കും. നമ്മുടെ ഇംഗ്ലീഷ് മാസം വെച്ച് പറയുകയാണെങ്കിൽ 2 ആഴ്ച പിറകോട്ട് വരികയാണ്. അതായത് 12 മാസത്തിലൂടെയും കടന്നു പോകും റമദാൻ. ചിലപ്പോൾ നല്ല വെയിലായിരിക്കും, കൊടും വെയിലായിരിക്കും, ചിലപ്പോൾ നല്ല ഇടിവെട്ടും മഴ, നല്ല മഞ്ഞ്, ചിലപ്പോൾ ഒരു കാലാവസ്ഥക്കോ ഒരു ചൂടുമില്ല തണുപ്പില്ലാത്ത സമയത്ത്, അങ്ങനെ അതായത് 12 മാസത്തിലൂടെയും റമദാൻ ഇങ്ങനെ കടന്നു പോകും. ഇപ്പോൾ നമ്മളുള്ളത് മാർച്ച് മാസത്തിലാണ്. നല്ലതുപോലെ അത്താഴത്തിന് നല്ലതുപോലെ വെള്ളം കുടിക്കണം. മാർച്ച് മാസത്തിൽ കൊടിയ വേനലാണ്. അപ്പോൾ നല്ലതുപോലെ വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന മക്കളൊക്കെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പോകുമ്പോൾ, കാരണം നിങ്ങൾക്ക് പ്രായപൂർത്തിയായ മക്കളാണ്, പരമാവധി നിങ്ങൾ നോമ്പ് പിടിക്കാൻ തന്നെ ശ്രമിക്കുക. അല്ലാഹു തആല വലിയ എളുപ്പം നിങ്ങളുടെ പരീക്ഷകളിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആയുണ്ട്.
പ്രത്യേകിച്ച് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നല്ലതുപോലെ വെള്ളം കുടിക്കണം. നല്ലതുപോലെ വെള്ളം കുടിക്കുക മാത്രമല്ല നിർജ്ജലീകരണം ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരമാവധി വെയിലിലൂടെയൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ കുട പിടിച്ചു പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ പോകാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ വാഹനത്തിൽ പോവുക. പരമാവധി വെയിലിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പടച്ചോൻ ഈ നോമ്പൊക്കെ തരുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ അല്ല, നമ്മളെ ഒന്ന് ശാരീരികമായും മാനസികമായും ഒന്ന് നന്നാക്കിയെടുക്കാനാണ്. റമദാൻ വന്നിട്ടും നമ്മൾ ശാരീരികമായി ഒന്നും നന്നായില്ല, അല്ലെങ്കിൽ മാനസികമായിട്ടും നന്നായില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ന് നന്നാവും? പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തോ ഒരു വാശിപ്പുറത്തിങ്ങനെ കഴിക്കുന്നത് പോലെ അങ്ങനെയൊന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ഇന്ന് റമദാൻ 1 നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരിക്കലും സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുത്. സമൂസ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത്, അല്ലെങ്കിൽ ചായ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത്, അല്ലെങ്കിൽ ജ്യൂസ് കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത്. ചിലപ്പോൾ ഉന്നക്കായ ഉണ്ടാകും, അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാകും, അതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാകും. അതുകൊണ്ടൊന്നുമല്ല നോമ്പ് തുറക്കേണ്ടത്. ഒന്നുകിൽ ഈത്തപ്പഴം കൊണ്ടോ കാരക്ക കൊണ്ടോ, അല്ലെങ്കിൽ തനിച്ച പച്ചവെള്ളം ഉണ്ടാവുമല്ലോ, ആ പച്ചവെള്ളം, അതും നല്ല ചൂടുള്ളതും പാടില്ല, നല്ല തണുപ്പുള്ളതും പാടില്ല. സാധാ നോർമലായ പച്ചവെള്ളം കൊണ്ട് തുറക്കലും അതൊക്കെയാണ് നല്ലത്. ഒന്നുകിൽ പച്ചവെള്ളം കൊണ്ടോ, അല്ലെങ്കിൽ കാരക്ക, ഈത്തപ്പഴം, ഇതുപോലുള്ള ഈ 3 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് നോമ്പ് തുറക്കലാണ് ഏറ്റവും അഫ്ളൽ. അത് കഴിഞ്ഞിട്ടാവാം നമുക്ക് സമൂസ കഴിക്കലും. സമൂസ ഒന്നും കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ നോമ്പാണല്ലോ, നോമ്പിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ് സമൂസ എന്നുള്ളത്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് ജില്ലയിൽ പോയാലും ഉണ്ടാകും ഈ സാധനം. എന്തുമാവട്ടെ, അത് കഴിക്കണ്ട എന്ന് പറയുന്നില്ല, അത് എണ്ണയിലൊക്കെ പൊരിക്കുന്നതാണ്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് ഒഴിവാക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അല്ല നോമ്പ് തുറന്ന ഉടൻ തന്നെ അത് കഴിക്കുമ്പോൾ ആ 13 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ഒന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുടലുകളും അതുപോലെ വൃക്കയും കരളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ചെല്ലുന്നത് നല്ല എണ്ണ പലഹാരമാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. അവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അവർക്കത് ദഹിപ്പിക്കാൻ പ്രയാസമാണ്, അതുവഴി വലിയ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണ്. ഇതെൻ്റെ വകയായിട്ട് പറയുന്നതല്ല, ഇന്ന് ഡോക്ടർമാരെല്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പിന്നെ അത്താഴം കഴിക്കാതെ ഒരൊറ്റ വാശിക്കൊരു കിടത്തം, ആരെയും തോപ്പിക്കാനല്ലല്ലോ അത്താഴം കഴിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും, നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അത്താഴം കഴിക്കൽ സുന്നത്താണ്, നോമ്പുതുറ വേഗത്തിലാക്കൽ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇത് ആദ്യത്തെ ദിവസം, റമദാനിൻ്റെ പ്രഥമ ദിവസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏകദേശം പറഞ്ഞിട്ടുള്ളത്. നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. മരണപ്പെട്ടു പോയവർ സിയാറത്ത് ചെയ്യാൻ മറന്നു പോവണ്ട. അതുപോലെ തന്നെ കുറച്ച് സ്വതക്ക എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുക. ഏതെങ്കിലും ഒരു സാധുക്കൾ അർഹതപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ സ്വതക്കയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അത്താഴത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ നല്ല ഉഷാറായി അൽഹംദുലില്ലാ ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് നല്ല രൂപത്തിൽ തന്നെ യാത്രയയക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റമദാനിൻ്റെ എല്ലാ ആദാബുകളും മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല ഇനി ആവട്ടെ, രണ്ടാമത്തെ നോമ്പ് തൊട്ടാവട്ടെ എല്ലാം തുടങ്ങാം എന്നല്ല, ഇന്ന് മുതലേ നമ്മൾ തുടങ്ങുക. ഇനിയൊരു റമദാൻ അല്ലെങ്കിൽ ഇനിയൊരു അടുത്ത നോമ്പിന് ഞാൻ ഉണ്ടാകും, അടുത്ത ദിവസത്തെ നോമ്പിന് ഞാൻ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ എനിക്ക് നാളെ മുതൽ നന്നാവാൻ എന്നല്ല, ഇന്ന് മുതൽ എനിക്ക് നന്നാവണം എന്ന ഒരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുആരക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആരക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക. ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ ജാരിയായ സ്വതക്കയാണ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുക. അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനാണ്, ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള മാസമാണ്. അല്ലാഹു തആല നമ്മളോട് ആരൊക്കെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ
നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതിയവരുണ്ട്, എഴുതാൻ പോകുന്നവരുണ്ട്, നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എല്ലാ മക്കളുടെയും പരീക്ഷകളിൽ ഉന്നതമായ വിജയം അല്ലാഹു നൽകുമാറാവട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, മാനസികമായ പ്രയാസങ്ങളുണ്ട്, എല്ലാം അല്ലാഹു മാറ്റിത്തരുകയും റമദാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളൊക്കെ റമദാനിലാണല്ലോ. റമദാനിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കാണുക, തറാവീഹ് നിസ്കാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.